എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇത് ഞാൻ തനിയെ താമസിക്കുന്ന ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഇട്ടിട്ട് അതുണ്ടാക്കിയതിന് ശേഷം ഇത് നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ലോങ് അവേഴ്സ്, പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ഇതൊക്കെ ലേറ്റായിട്ട് വന്നിട്ട് ഉണ്ടാക്കുക, ഇതൊക്കെ ഭക്ഷണം കുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിലൊന്ന് ചെയ്യാനായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ഉരുളക്കിഴങ്ങ്, ഉള്ളി, 2 തക്കാളിയൊക്കെ ഒരുപാട് ഇട്ടാൽ പുളിയാകും. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം. ഈ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇതിൻ്റെ കൂടെ വേണം, അത്രയും മതി. പിന്നെ ഇത് മല്ലിയിലയും കറിവേപ്പിലയും, ഇത്രയും സാധനം മാത്രം മതി. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ നൂല് പിടിച്ചൊന്നും അരിയണ്ട, വെള്ളത്തിലേക്ക് അരിയുക. കാരണം ഇത് പൊടിയുണ്ട് ഇതിൽ, ആ പൊടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മാത്രം നമ്മളൊന്ന് വെള്ളത്തിനകത്തേക്ക് അരിയുക. ഒരു ഇത്രയും വലിപ്പത്തിൽ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ആ വെള്ളത്തിനകത്ത് തന്നെ കിടക്കട്ടെ. ഇത് ചെറിയ തക്കാളിയാണ്, എന്താ ഈ ഒരു സൈസിൽ അരിഞ്ഞിടുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് പലർക്കും അറിയാമായിരിക്കാം, അങ്ങനെയുള്ളവർക്കല്ല, അറിയാൻ പാടില്ലാത്തവർക്ക് പ്രയോജനമാകട്ടെ എന്ന് വെച്ച് ഇടുകയാണ് കേട്ടോ. തക്കാളിക്കായി ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഉള്ളി എന്താ ഇതുപോലെ ഇങ്ങനെ നടുവേ ഒന്ന് കീറിയതിന് ശേഷം കണ്ട ഇത്രയും വലുപ്പത്തിലങ്ങ് അരിഞ്ഞിട്ടാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതേ സംഭവം അകത്ത് വെച്ച് ദോശ അങ്ങ് മടക്കി കഴിഞ്ഞാൽ അത് മസാല ദോശയാകുകയും ചെയ്യും. പിന്നെ ഈ ഉള്ളിക്കകത്തേക്ക് തന്നെ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിയണം. അപ്പം അതിങ്ങനെ ചെറുതായിട്ട് അരിയുക. അതിന് ശേഷം ഈ പച്ചമുളകും ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പം ഞാൻ പച്ചമുളകും ഇഞ്ചിയെല്ലാം അരിഞ്ഞു. ഇനി ഈ കറിവേപ്പില അത് വറുത്ത് പോകാൻ പാടില്ല, അതുകൊണ്ട് ഞാനത് തക്കാളിക്കായി ഇടുന്ന കൂട്ടത്തിലാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാനത് തക്കാളിക്കായ്ക്കകത്തേക്കൊന്ന് അരിഞ്ഞ് വെക്കുകയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയുമാണ്. എന്തായാലും നല്ല ഒന്നാം തരം റെസിപ്പിയാണിത്. നിങ്ങളുടെ ബാച്ചിലേഴ്സായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ, അവർക്ക് വളരെ സഹായകരമായിരിക്കും അത്. ഇതരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കറി ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് പറയാം. പാൻ ചൂടാകുമ്പോഴേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാവൂ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ടീസ്പൂൺ കടുക് ഇടാം. അപ്പോൾ കടുക് പൊട്ടുന്ന ഉടനെ നമുക്ക് നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ സമയത്ത് തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പ് ആദ്യമേ ഒരുപാട് ഇടരുത്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇപ്പം ഞാൻ ഇട്ടത് ഈ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ട്. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴലാൻ തുടങ്ങിയാൽ മതി. ആ സമയത്ത് നമ്മൾ കറിവേപ്പിലയും തക്കാളിക്കായും ഇടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടുക. ഇതിനകത്ത് വെളുത്തുള്ളി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലേവർ കംപ്ലീറ്റ് മാറിപ്പോവും. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മഞ്ഞളിടുക. ഇതോടെ പരിപാടി കഴിഞ്ഞു. വേകാനായിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം, ആ ചൂടുവെള്ളം ഒഴിച്ച്, ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടല്ലോ, അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാകണം ഇനി അത് മതിയോ കൂടുതൽ വേണോ എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ ഇട്ടാൽ മതി. ഇനി ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കറി റെഡിയാവും. വെള്ളം ഇത് നികക്കെങ്കിലും വേണം നമ്മൾ കുക്ക് ചെയ്യാൻ, അടച്ചു വെക്കുന്നതിന് മുമ്പ്, എങ്കിലേ അത് വേകാനുള്ള കാണത്തുള്ളൂ. തന്നെ ഇച്ചിരി ലൂസായിട്ടിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, നല്ലതാണ് കറി. ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം. കാര്യം തൂവാതിരിക്കാനായിട്ടാണ്. ഈ സ്റ്റൗവിലൊക്കെ മറിഞ്ഞ് വീണാൽ പിന്നെയും അത് വേറെ പണിയല്ലേ. ഇങ്ങനെ പറ്റി വരുമ്പോൾ നമുക്ക് അല്പം മല്ലിയില ഇടാം. പച്ചക്കറി ആയതുകൊണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ എക്സ്ട്രാ വരും. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം, ഉപ്പില്ലെങ്കിൽ ഇടാം. ഇപ്പം നമ്മുടെ കറി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിക്കണം. ചപ്പാത്തിയും പുളിസയും ഈ കറിയും കൂടെ നല്ല സ്വയംഭരമാണ്. ഈ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഞാനതുകൊണ്ട് ഈ എപ്പിസോഡ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഐറ്റംസ് എല്ലാം റൈസ് ഐറ്റംസും ഒക്കെ അവർക്കൂടെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ എൻ്റെ ചാനലിൽ കൂടെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.